കഴിവുകളൊന്നും ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല, ലോകം അറിയാനുള്ളതാണ്. ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാവാറുണ്ട് പലപ്പോഴും നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദി. കഴിവുകളും ജീവിതാനുഭവങ്ങളും ഒരുമിക്കുന്ന ഒരു റിയൽ ലൈവ് ഷോ, അതാണ് റെഡ് കാർപ്പറ്റ്. സോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ ഒപ്പം നമ്മുടെ പ്രയാഗയാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്. വെൽക്കം. താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ക്യാമറ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുന്നതെന്നൊക്കെ. പേഴ്സണലി മറ്റുള്ളവർക്ക് രസം തോന്നിയില്ലെങ്കിൽ പോലും നമുക്ക് പേഴ്സണലി നമ്മുടെ എന്തെങ്കിലും ഒരു ഓർമ്മയിലുള്ള ഒരു അനുഭവം കൊള്ളാം, ഇത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പറയണം, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ എനിക്ക് പറയാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രസകരമായ ഒരു മൊമെന്റിനെ പറ്റി മാത്രമല്ല, ലൈഫിലെ ഓരോ മൊമെന്റിനെയും വാല്യൂ ചെയ്യുന്നുള്ളത് ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഹാവിങ് ഗോട്ട് ഇവിടെ ഒരു ചെയർ നിങ്ങൾക്ക് എനിക്ക് ഇട്ട് തരാൻ തോന്നുകയും അവിടെ എനിക്ക് ഇരിക്കാൻ പറ്റുകയും ചെയ്യുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പം അറ്റ് ദിസ് ടൈം ഓഫ് ദി എന്താ പറയുക, ഒരു ഈ ചോദ്യം നേരിടുമ്പോൾ എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് ജസ്റ്റ് ടു ഗോഡ് ഓൾമൈറ്റി, ടു മൈ പേരൻസ്, ടു മൈ ടീച്ചേഴ്സ്, എല്ലാ ഓഡിയൻസും. കാരണം നമ്മളൊരു ഏതൊരു ആർട്ടിസ്റ്റിനും ഓഡിയൻസിൻ്റെ അല്ല ബാക്കിയുള്ളവരുടെ അക്സെപ്റ്റൻസ്, പ്രീതി, ഇതൊക്കെ ഇഷ്ടം എന്നൊക്കെ പറയുന്നത് പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് പ്രയാഗയുടെ ഫസ്റ്റ് സ്റ്റേജിൽ കയറി എന്തെങ്കിലും ഒരു അനുഭവം ഓർമ്മയുണ്ട്? ഇപ്പൊ പാടാനാണോ ഡാൻസ് ചെയ്യാനോ? അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ കയറിയത് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണ്. ഫാൻസി ഡ്രസ് കൊള്ളാം. ഏത് വേഷത്തിലാണാവോ? ഞാനൊരു മുത്തശ്ശിയായിട്ടാണോ? അല്ലല്ല, ആണായിട്ടാണോ? മീൻ വിൽക്കുന്ന സ്ത്രീ ആയിട്ട്. ഓ ശരി. അപ്പൊ ഒരു ഡയലോഗ് ഒക്കെ ഉണ്ടായിരുന്നു പറയാനായിട്ട്. ഞാനാണെങ്കിൽ കോടൊക്കെ വെച്ച് ഉള്ളൊരു ബ്ലൗസും ഒരു ഇതൊക്കെ ചുറ്റിയിട്ടുള്ള ഇതാണ്. അപ്പൊ അമ്മയാണ് എന്നെ ഒരുക്കി വിട്ടത്. അപ്പൊ അമ്മ പറഞ്ഞൊക്കെ തന്നു. ഒരു പാരഗ്രാഫ് ഡയലോഗാണ് പറയാനായിട്ടുള്ളത്. ശരി. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ 5 വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ നിന്ന് കാണുന്നത്. ഞാൻ ഓഡിയൻസിനെ ബ്ലാക്ക് ഔട്ട് ആയി പോയി. ഞാൻ പിന്നെ പകച്ചു പോയിന്ന് പറയാം. അത് എക്സാക്ട്ലി. പക്ഷേ ഐ വാസ് വെരി സൂപ്പർ കൂൾ. ഞാൻ ആ സ്റ്റേജിൽ നിന്നിട്ട് ഞാൻ മൈക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ നിന്ന് നോക്കാവൂ, ഇത്ര പെരുതാണല്ലേ ഓഡിയൻസ്, കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു നോക്കാം. അപ്പൊ ഇവിടുന്ന് അമ്മ പറ എന്ന് പറഞ്ഞ ജഡ്ജസ് ആണെങ്കിൽ ചെസ് നമ്പർ 2 പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അവരും പറയുന്നുണ്ട്. വല്ലാത്ത അത് തിരിച്ച് വരുന്ന വഴി അമ്മയുടെ ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിൽ ഓർത്തു, ഇനി സ്റ്റേജിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തകർക്കും. അതെ, പെർഫോം ചെയ്തിട്ട് തന്നെ വരത്തുള്ളൂ. പെട്ടെന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ, അങ്ങനത്തെ ഒരു പ്രായമാണല്ലോ. അപ്പൊ അതാണ് ഒരു എക്സ്പീരിയൻസ്. നല്ലൊരു എക്സ്പീരിയൻസ്. ഫെയിലിയർ ആയിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓൺ സ്റ്റേജ്. ഈ എന്താ പറയാ, വീഴ്ചകളിൽ നിന്നാണ് വിജയത്തിന്റെ തുടക്കം എന്നൊക്കെ പറയുന്നില്ല. അതായിരിക്കും ചിലപ്പോൾ പ്രയാഗയുടെ ലൈഫിൽ വേറെ ഒരു മൂമെന്റ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോവാണ്. അപ്പൊ മലയാളം അല്ല, ഇത് വേറൊരു ഭാഷയാണ്. ആ ഭാഷയിൽ എനിക്കൊരു ഓഡിഷൻ ഉണ്ടായിരുന്നു. എന്നോട് കരയാൻ പറഞ്ഞു. ഞാൻ വെറുതെ മുഖത്ത് നോക്കിയാണ് നിന്നത്. ആരുടെ മുഖത്ത്? ഞാൻ ആ ചോദിക്കുന്ന ഡയറക്ടറിന്റെ മുഖത്ത് നോക്കി നിൽക്കുക. സംസാരിക്കുന്നില്ല, ഞാൻ കരയുന്നില്ല, ഞാനിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുക. എന്നിട്ട് ആ ഓഡിഷന് ഞാൻ റിജക്റ്റഡ് ആയി. എന്റെ ഫസ്റ്റ് ഓഡിഷനാണ്, റിജക്റ്റഡ് ആയി. ഞാൻ വണ്ടി കയറിയിരുന്ന് ഒരൊറ്റ കരച്ചിലങ്ങ് കരഞ്ഞു. ഇത് ഇപ്പൊ നമുക്ക് പറയുമ്പോ നമുക്ക് തമാശയായിട്ട് തോന്നും. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ കരയാൻ ഇന്ന് എനിക്ക് തന്ന ഇപ്പൊ ഭൂമിയിലെ മനോരമ സ്വകാര്യത ഒരുപാട് ഇമോഷണൽ സീക്വൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരൊറ്റ ഇൻസിഡന്റ് ഓർത്ത് കഴിഞ്ഞാൽ രണ്ട് തുള്ളി കണ്ണീർ എന്തായാലും നാച്ചുറലായിട്ട് പൊഴിയും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഓരോ എക്സ്പീരിയൻസും നമ്മൾ അതിന്റെ പോസിറ്റീവ് സൈഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വളരാൻ സാധിക്കും. തീർച്ചയായും അതൊരു നല്ലൊരു എക്സാമ്പിൾ കൂടിയാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രയാഗ റോസ് മാർട്ടിൻ പറഞ്ഞത്. നമ്മുടെ റെഡ് കാർപ്പറ്റിൽ നമുക്കൊരു അതിഥിയുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് സംഗീതമാണോ നൃത്തമാണോ എങ്ങനെയാണ് ആവാൻ പോകുന്നതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. സംഗീതമാവണേ എന്നാണ് പ്രയാഗയുടെ പ്രാർത്ഥന പോലെ തന്നെ ആകുമോ നോക്കാം. നമുക്ക് വീഡിയോ പ്രൊഫൈൽ ഒന്ന് നോക്കാം. ഞാൻ നിഷ പൊന്നി. ജനിച്ച നാൾ മുതലേ കളിക്കാൻ കിട്ടിയ ഒരു കളിപ്പാട്ടമായിട്ടാണ് വീണ എൻ്റെ കയ്യിൽ വന്നത്.
അച്ഛനും അമ്മയും എൻ്റെ കുടുംബാംഗങ്ങളും മൊത്തം സംഗീതമായിട്ട് നടക്കുമ്പോൾ ഞാനും അതിൽ തന്നെ വേണമെന്ന് എനിക്ക് കുഞ്ഞിലെ തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്തൊരു ഇൻസ്ട്രുമെൻ്റാണ് വീണ. ഇന്നും ഈ വീണ കൊണ്ട് തന്നെയാണ് ശരിക്കും എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. സങ്കടമുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും പങ്കിടാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് വീണ. ഇത്രയും പഠിച്ച് ഇത്രയും വർഷത്തോളം എക്സ്പീരിയൻസ് ആയ ഒരു വ്യക്തിയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം വീട്ടിലിരുത്തുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ വായിക്കുമ്പോഴും വേറെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ നിഷ പൊന്നിയുടെ അച്ഛനാണ്. പേര് സുനിൽ എന്നാണ്. പരൂരാണ് സ്ഥലം. ഞാനവിടെ വീണ നിർമ്മാണത്തിൻ്റെ ഇടയിലാണ് മോള് ജനിച്ചതും അവിടെ ആ വീണയുടെ ഇടയിലാണ് മോള് വളർന്നതും. ആ വീണയുടെ അന്തരീക്ഷത്തിലാണ് അവളുടെ കുട്ടിക്കാലം മൊത്തം ചെലവിട്ടത്. ഇപ്പോഴും അവളുടെ ഹസ്ബൻഡ് ഞാൻ എങ്ങനെ അവളെ ആ വീണയുടെ പിന്നിൽ കൊണ്ടുവന്നോ അതേ അളവിൽ മോളുടെ ഹസ്ബൻഡ് അതേപോലെ കൊണ്ടുപോകുന്നുണ്ട്. അതിൽ അതിയായ സന്തോഷമുണ്ട്. അമൃത ടി വിയിൽ ഇങ്ങനെ ഒരു ഷോയുണ്ട്, കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടൊരു ഷോ ഉണ്ട് എന്ന് അറിയുകയും അതിലൊന്ന് വരാൻ പറ്റിയതിലും ശരിക്കും ഒരു മെമ്മറബിൾ പോയിന്റ് ആയിട്ട് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പറഞ്ഞ പോലെ തന്നെ സംഗീതം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡും ഭയങ്കര അത്ഭുതം സൃഷ്ടിക്കാൻ പോവാണ്. വീണ എന്ന് പറയുന്ന എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. സോ വീണ വായിക്കുന്ന ആ ഒരു അതുല്യ പ്രതിഭയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നിഷ പൊന്നി. നല്ലൊരു ഐശ്വര്യം ഉണ്ടല്ലേ, നടന്നു വരുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം വിളങ്ങുന്ന ഒരു മുഖവും ചിരിയൊക്കെ ആയിട്ടാണ് വന്നത്. ഞങ്ങൾ പ്രൊഫൈലിൽ കണ്ടു, അതായത് നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ഈ ഒരു കലയുമായിട്ട് റിലേറ്റഡ് ആണ്. വീണ ഉണ്ടാക്കുന്നതും അച്ഛനാണ്. അച്ഛൻ മ്യൂസിക് കോളേജിൽ പ്രവീണ കഴിഞ്ഞതാണ്. അമ്മ അതുപോലെ ഡാൻസ് ടീച്ചറാണ്. അത് ശരി. അച്ഛൻ ഈ ഫീൽഡ് തന്നെയാണ് ഞാൻ കണ്ടപ്പോൾ മുതലേ. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? അച്ഛനമ്മ അനിയനുണ്ട്. അനിയനും വയലിൻ വായിക്കും, അതുപോലെ കമ്പോസ് ചെയ്യും, കീബോർഡ് വായിക്കും. അങ്ങനെ അവന്റെ കാര്യം. നിഷ എങ്ങനെയാ, വീണ മാത്രമേ ഉള്ളൂ അതെയോ? ഞാന് വീണയാണ് മെയിൻ. പിന്നെ അതിന്റെ കൂടെ ഡാൻസ് ഉണ്ട്. അമ്മ ഡാൻസ് ടീച്ചർ ആയിരിക്കുമ്പോൾ നമുക്ക് അത് കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഡാൻസ് ഉണ്ട്, അതുപോലെ ഡ്രോയിങ് ചെയ്യും, ക്രാഫ്റ്റ് ചെയ്യും, വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ പരിപാടിയും ചെയ്യും. സകലകല ഒരു വല്ലഭിയാണ്. പിന്നെ ഒരു കുടുംബിനിയാണ്. ഹസ്ബൻഡ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല. ഹസ്ബൻഡിന്റെ പേര് അഖിൽ. ഹസ്ബൻഡിന്റെ ആ ഒരു വേർഡ് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തന്നു. അതായത് ഒരു നല്ലൊരു നല്ല സപ്പോർട്ടാണ്. ഇതൊന്നും ഞാൻ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ പുള്ളിക്ക്, അല്ലാണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഏത് പ്രായത്തിലും വീണ പഠിക്കാൻ പറ്റുമോ? അത് ഇന്ന കുഞ്ഞില് പറ്റും? ഏത് പ്രായത്തിലും മനസ്സുണ്ടെങ്കിൽ എന്തൊരു കാര്യവും പഠിക്കാൻ പറ്റുക. എനിക്ക് വളരെ ആഗ്രഹമുള്ളൊരു പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിരുന്നു വീണ. എന്റെ പാട്ട് ടീച്ചറൊക്കെ അസാധ്യമായിട്ട് വീണ വായിക്കും, രാജലക്ഷ്മി. അപ്പൊ രാജലക്ഷ്മി ടീച്ചർ ഇങ്ങനെ വായിക്കുന്ന കേൾക്കുമ്പോ അപ്പം മുതൽ മനസ്സിൽ ആഗ്രഹമാണ്, പക്ഷെ എന്തുകൊണ്ടും അത് സാധിച്ചിട്ടില്ല. അതിനെന്താ ഇനിയാവാലോ. അപ്പൊ അതാ ചോദിക്കുന്നത്, അപ്പൊ ഇനിയാണെങ്കിലും പറ്റുമല്ലേ? എന്റെ അടുത്ത് ഒത്തിരി വയസ്സായ അമ്മമാര് വരെ പഠിക്കുന്നുണ്ട്. അവരുടെ ആഗ്രഹം കാരണം കൊച്ചിലെ നടക്കാത്ത കാര്യങ്ങൾ. മഞ്ജു ചേച്ചി ഇപ്പോഴാണോ പഠിച്ചത്? എനിക്കറിയില്ല, ഞാൻ വീഡിയോ കണ്ടു. നമ്മുടെ മണി ഹൈസ്റ്റിലെ. അത് തന്നെ. ഓക്കെ.
അപ്പം അപ്പം അതൊരു ഞാനും ഇനി പഠിക്കാനൊക്കെ ആയിട്ട് തുടങ്ങാം. തീർച്ചയായും പഠിക്കാം. സോ പ്രയാഗ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്ക് പെർഫോമൻസ് കാണാൻ കൊതിയായിട്ട് കൊതിയായിട്ട് വയ്യ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓൾ ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ പാട്ടിനോട് ഇഷ്ടക്കൂടുതൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് ഞാൻ എൻജോയ് ചെയ്യുന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പെർഫോമൻസിലേക്ക് കടക്കാം. ഏതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്? പ്രേമോദരന മണ്ണിൽ ഇന്ത കാതൽ. അടിപൊളി, സൂപ്പർ സോങ് സെലക്ഷൻ ആണ്. അപ്പം ശരിക്കും ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ധന്യമാക്കാൻ നിഷ വന്നിരിക്കുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ്. കേൾക്കാം. അസലായിരുന്നു നിഷ, അസലായിരുന്നു. കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു കൊതി വരുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു പാട്ട്, നമ്മുടെ ഓർക്കസ്ട്ര ടീമിന്റെ അവരും കൂടി ഒരു സപ്പോർട്ട് ചെയ്തപ്പോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി, അടിപൊളിയായിരുന്നു. ഇനി ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഓക്കെ, പ്രേമോദാര എന്നൊരു സോങ് ആണ്. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം.
വാക്കുകളില്ല. അത്ര മനോഹരമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചത്. ഇതേപോലുള്ള ഹിഡൻ ടാലൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ഷോയിൻ്റെയും ഒരു ആവശ്യം. തീർച്ചയായും. എന്തായാലും നിഷ ഇവിടെ വന്നതിലും പെർഫോം ചെയ്തതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷമായി. പ്രയാഗ? ഓ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ യു ടുക്ക് ഓൾ ഓഫ് us to another വേൾഡ്. അപ്പോൾ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് എക്സ്പീരിയൻസ്. പ്രയാഗ വരൂ, നമുക്ക് ആ ഒരു മൊമെന്റോ പ്രസന്റ് ചെയ്യാം. അപ്പോൾ സംഗീതം ഒരുപാട് ഇഷ്ടമുള്ള പ്രയാഗ തന്നെ നമ്മുടെ നിഷയ്ക്ക് ഈ സമ്മാനം കൊടുക്കുന്നതായിരിക്കും. സന്തോഷമുള്ള കാര്യമാണ്. ഓൾ ദ വെരി 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 ബെസ്റ്റ്.